الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار ബഹുമാനമുള്ള സത്യവിശ്വാസിനികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചു പുലർത്തി തഖ്വയോടുകൂടി ജീവിക്കണം എന്ന് എല്ലാ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മുത്തഖികളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ പരിശുദ്ധ റമളാനിൽ നമ്മൾ ചെയ്തിട്ടുള്ള അമലുകളെല്ലാം, അതിലുള്ള പോരായ്മകളെല്ലാം മാറ്റിവെച്ച് അമലു സ്വാലിഹാത്തുകളായി നമ്മളിൽ നിന്നും കബൂൽ ചെയ്യുമാറാവട്ടെ. പടച്ച റബ്ബിൻ്റെ മഗ്ഫിറത്തും അവൻ്റെ റഹ്മത്തും അവൻ്റെ സ്വർഗവും ഈ റമളാൻ കൊണ്ട് നേടിയെടുക്കുന്ന മഹാഭാഗ്യവാന്മാർ, ആ ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമുക്കെല്ലാവർക്കും ഇടം നൽകുമാറാവട്ടെ. പ്രിയമുള്ളവരെ, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറെ സന്തോഷത്തോടുകൂടി കാത്തിരുന്ന പരിശുദ്ധ റമളാൻ, അതിലവൻ പ്രവേശിച്ചു. പക്ഷേ ചുരുങ്ങിയ ദിവസങ്ങൾ കടന്നു പോകുന്ന പോലെ അതിൻ്റെ 2 പത്തുകളും 20 ദിനങ്ങൾ കടന്നുപോയി. ഇനി അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവസാന 10ലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അള്ളാഹു കൂടുതൽ അമലുകൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാർ, അതേപോലെ തന്നെ മുൻഗാമികളും സലഫ് സ്വാലിഹുകളുമെല്ലാം എങ്ങനെയാണോ ഈ അവസാനത്തെ 10 അവർ മുന്നോട്ട് കൊണ്ടുപോയത്, ആ നിലയ്ക്ക് കൊണ്ടുപോകാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകുമാറാവട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, ഈ ഒരു സമയത്ത് നമ്മൾ എന്തെല്ലാം നേടിയിട്ടുണ്ട്. ഈ ഒരു 10-20 ദിവസങ്ങൾ നമുക്ക് കിട്ടിയിട്ട് നല്ല ആരോഗ്യത്തോടു കൂടി, അതേപോലെ തന്നെ ആയുസ് നമുക്ക് അള്ളാഹു നീട്ടി നൽകി. നമുക്ക് ഖുർആൻ പാരായണം ചെയ്യാൻ കണ്ണിന് പ്രശ്നമില്ല, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുകളില്ല. പള്ളിയിലേക്ക് എത്തുവാൻ നമുക്ക് മറ്റുള്ള ശാരീരിക പ്രയാസങ്ങളില്ല, രോഗങ്ങളില്ല. എല്ലാം ഉണ്ടായിട്ടും നമ്മൾ എന്താണ് നേടിയിട്ടുള്ളത് എന്ന് നമ്മൾ ആലോചിക്കണം. ഇതൊക്കെ റബ്ബ് ചോദിക്കും. ഈ ആരോഗ്യവും ഈ 20 ദിവസങ്ങളും റബ്ബ് ചോദിക്കും. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്,
ഒരു മനുഷ്യൻ്റെ ആദമിൻ്റെ മകൻ്റെ സമയത്തെക്കുറിച്ചും അവൻ്റെ സിഹത്തിനെക്കുറിച്ചും റബ്ബ് ചോദിക്കുക തന്നെ ചെയ്യും. ഈ ചോദ്യത്തിനുള്ള മറുപടി നമുക്ക് എഴുതി തയ്യാറാക്കാൻ സാധിച്ചിട്ടുണ്ടോ ഈ 20 ദിവസങ്ങൾ കൊണ്ട്? ഈ ചോദ്യത്തിനുള്ള മറുപടി അള്ളാഹുവിന് തൃപ്തിപ്പെടുന്ന രൂപത്തിൽ വിശുദ്ധ ഖുർആൻ ഞാൻ അത്ര പാരായണം ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ അദ്കാറുകൾ കൊണ്ടും ഇബാദത്തുകൾ കൊണ്ടും ദാനധർമ്മങ്ങൾ കൊണ്ടും ഞാൻ ഈ 20 ദിവസങ്ങളിൽ ഞാൻ ജീവിച്ചിട്ടുണ്ട്. ഞാൻ അള്ളാഹുവിനോട് തൗബ ചെയ്ത് ഖേദിച്ച് മടങ്ങിയിട്ടുണ്ട്. ഈ 20 ദിവസങ്ങൾ എൻ്റെ പേജിൽ, എൻ്റെ അമലുകളുടെ ഏടുകളിൽ ഇസ്തിഗ്ഫാറുകൾ ധാരാളമായി ചേർക്കുവാൻ എനിക്ക് പറ്റിയിട്ടുണ്ട് എന്ന് ആർക്കാണ്, ഏത് സഹോദരിക്കാണ്, ഏത് സഹോദരനാണ് സാധിക്കുന്നത്? അവർക്കാണ് മംഗളം പ്രിയമുള്ളവർ. അവരാണ് തഖ്വ കരസ്ഥമാക്കുന്നവർ. അവരാണ് റമദാൻ കൊണ്ട് നേടേണ്ടത് നേടുന്ന ആളുകൾ. എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എത്ര ദിവസങ്ങൾ റമദാനിൽ നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയില്ല. ദിവസങ്ങൾ ഇവിടെ തീരുകയാണ്. ഈ അല്പം ദിവസങ്ങൾ, ഇനി അവസാനത്തെ 10 ദിവസങ്ങൾ ഇതിനേക്കാൾ ഏറെ എളുപ്പത്തിൽ നമ്മളിൽ നിന്നും പിൻവാങ്ങും. നഷ്ടപ്പെടുത്തിയവർക്ക് നല്ലൊരു അവസരമാണ്. നഷ്ടപ്പെടുത്താത്ത ആളുകൾക്ക് അവർക്ക് ഖിതാം, അതിൻ്റെ പര്യവസാനത്തിലേക്ക്, ഏറ്റവും നല്ല അവസാനത്തിലേക്ക് നീങ്ങാനുള്ള അവസരമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ 10 കഴിഞ്ഞാൽ കാന ഇദാ ദഖലൽ അശർ അഹ്യൽ ലൈല, രാത്രി ജീവിപ്പിക്കും. രാത്രി ഉറങ്ങൂല. എങ്ങനെ ജീവിപ്പിക്കും? പണ്ഡിതന്മാർ പറഞ്ഞു, നമസ്കാരത്തിലായിക്കൊണ്ട്. നമസ്കാരം തന്നെയാണ്, ദീർഘമുള്ള നമസ്കാരങ്ങൾ. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടും അള്ളാഹുവിനോട് ഖുർആനിൽ നരകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും അള്ളാഹുവിൻ്റെ റഹ്മത്തൊക്കെ പറയപ്പെടുന്ന ആയത്തുകൾ വരുമ്പോൾ നിന്ന് തേങ്ങി കരഞ്ഞുകൊണ്ട് ആ റഹ്മത്തിനെ തേടിക്കൊണ്ട്, അള്ളാഹുവിൻ്റെ അദാബിൽ നിന്നും നരകത്തിൽ നിന്നും രക്ഷ തേടിക്കൊണ്ട്, അള്ളാഹുവിൻ്റെ സന്തോഷത്തിൻ്റെ കേദാരമായ സ്വർഗത്തെ ചോദിച്ചുകൊണ്ട്, ഇടതടവില്ലാതെ ചോദിച്ച് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി ഹയാത്താക്കും. അപ്പോൾ ഈ രാത്രി ഹയാത്താക്കുന്ന ഒരു രീതി നമസ്കാരമാണ്. രണ്ടാമത് വിശുദ്ധ ഖുർആന്റെ പാരായണമാണ്. അതേപോലെ തന്നെ ഇസ്തിഗ്ഫാറുകളാണ്, പടച്ചറബിനോടുള്ള പ്രാർത്ഥനകളാണ്. വശദ്ദൽ മിഇസർ, അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിൻ്റെ അരയുടുപ്പ് ഒന്ന് നന്നായിട്ട് മുറുക്കി ഉടുക്കും. ഒരു കർമ്മത്തിലേക്ക് ഒരുങ്ങി പുറപ്പെടുമ്പോൾ നമ്മൾ കൈയൊക്കെ ഒന്ന് കയറ്റി വെച്ച്, കർഷകന്മാർ അവരുടെ അല്ലെങ്കിൽ തുണിയൊക്കെ ഒന്ന് മടക്കി കുത്തി ഒരു കാര്യത്തിലേക്ക് ശക്തമായി ഇറങ്ങുന്നതിൻ്റെ സൂചനയായിക്കൊണ്ട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ നിലയ്ക്ക് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കും. അതേപോലെ തന്നെ ഭാര്യമാരുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും, ഭാര്യമാരിൽ നിന്നും അകൽച്ച നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരിൽ നിന്നും അകന്നു. ദുനിയാവിൽ നിന്നും, ദുനിയാവിൻ്റെ കെട്ടുപിണകളിൽ നിന്നും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പൂർണ്ണമായും മാറി നിൽക്കും. അതാണ് അഹ്യാ ലൈലു ഷദ്ദ മിഅ്സറഹു എന്ന് പറഞ്ഞതിന് പണ്ഡിതന്മാർ വിശദീകരിച്ചത്. എന്നിട്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നമ്മുടെ ഉമ്മ പറയുകയാണ്, വ ഐക്കല അഹ്ലഹു എന്ന് മാത്രമല്ല, ഞാനും എൻ്റെ ഇബാദത്തും, ഞാനും എൻ്റെ ഇഅ്തികാഫും, ഞാനും എൻ്റെ നമസ്കാരവും, ഞാനും എൻ്റെ ഖുർആനോത്തും മാത്രമല്ല, എൻ്റെ കുടുംബം എവിടെ? എൻ്റെ കുടുംബം ഞാൻ ഓടുന്നതിനനുസരിച്ച് ഓടുന്നുണ്ടോ? ഞാൻ ഓടുന്നതിനനുസരിച്ച് സ്വർഗത്തിലേക്കും മഗ്ഫിറത്തിലേക്കും ഞാൻ ഓടുന്നതിനനുസരിച്ച് എൻ്റെ കുടുംബം ഓടുന്നുണ്ടോ? എൻ്റെ ഭാര്യ എവിടെയാണ്? എൻ്റെ ഭർത്താവ് എവിടെയാണ്? എൻ്റെ മക്കൾ എവിടെയാണ്? രാത്രി നമസ്കാരത്തിന്, തറാവീഹിന്, ഖിയാമുൽ ലൈലിന് ഞാനിവിടെ ഹാജരായിട്ടുണ്ട്. അതേപോലെ തന്നെ എൻ്റെ മക്കൾ ഹാജരായിട്ടുണ്ട്, അതേപോലെ തന്നെ എൻ്റെ ഭാര്യ ഹാജരായിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ സാധിക്കും. എൻ്റെ മക്കളുടെ ഓത്ത് എത്രയായി? എൻ്റെ ഭാര്യ എത്ര ഓതി തീർത്തിട്ടുണ്ട്? എൻ്റെ ഭർത്താവ് എത്ര ഓതിയിട്ടുണ്ട്? ഇതൊക്കെ നോക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അഥവാ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ഭാര്യമാരുടെ കാര്യം, അതേപോലെ തന്നെ മക്കളുടെ കാര്യം നോക്കുന്നു എന്ന് പറയുമ്പോൾ, എൻ്റെ പ്രിയമുള്ള സഹോദരികളെ, സഹോദരന്മാരെ, നമുക്ക് ഓരോരുത്തർക്കും കുടുംബത്തിൻ്റെ കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വ അഹ്ലീകും നാറ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ നരകത്തിൽ നിന്നും നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കണം. നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്.
എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്തോതിക്കൊണ്ട് പഠിപ്പിക്കുകയുണ്ടായി. ആയിഷ ബി റളിയല്ലാഹു അൻഹ പറയുകയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യജ്തഹിദു ഫിൽ അശറിൽ അവാഖിർ മാ ലാ യജ്തഹിദു ഫി ഗൈരിഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാനിലെ അവസാനത്തെ 10-ൽ മറ്റു 2 10കളിലും പരിശ്രമിക്കാത്ത പരിശ്രമം, അങ്ങേയറ്റത്തെ പരിശ്രമം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ 10-ൽ നടത്തുമെന്ന് ആയിഷ ബി റളിയല്ലാഹു അൻഹ പറയുകയാണ്. കാരണം എന്താ പ്രിയമുള്ളവരെ, ഏതൊരു പ്രവർത്തനത്തിൻ്റെയും അവസാനമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കുന്നത്. അവസാനം നന്നാവണം. ഈ പരിശുദ്ധ റമദാനിൻ്റെ അവസാനത്തിലേക്ക് കടക്കുകയാണ്. അതിൻ്റെ അവസാനം നന്നാകണം. ഏത് രീതിയിലാണ് നമ്മളത് അവസാനിപ്പിച്ച് ഫുൾ സ്റ്റോപ്പ് ഇട്ടത് എന്ന് നിരീക്ഷിക്കപ്പെടുന്നു. ഒരു മനുഷ്യൻ്റെ ജീവിതവും അങ്ങനെ തന്നെയാണ്. ഏത് തോന്നിവാസത്തിലും അക്രമത്തിലും അതേപോലെ തന്നെ ഹറാമുകളിലും ജീവിച്ചൊരു മനുഷ്യൻ അവസാനം റബ്ബ് സുബ്ഹാനഹു വ തആലയോട് തൗബ ചെയ്ത് മടങ്ങി തൻ്റെ ജീവിതം പടച്ച റബ്ബോട് തൃപ്തിപ്പെട്ട രീതിയിലായി മടങ്ങിപ്പോയാൽ അവന് സ്വർഗമാണ്. നമ്മൾ ഹദീസുകൾ ധാരാളമായി കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുമ്മ അഹ്സിൻ ആഖിബതനാ ഫിൽ ഉമൂരി കുല്ലിഹാ, അല്ലാഹുവേ എൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ആഖിബത്ത് അവസാനം പര്യവസാനം നന്നാക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. വ അജിർനാ മിൻ ഖസീ ദുനിയ വ അദാബിൽ ആഖിറ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പ്രാർത്ഥന പഠിപ്പിക്കുകയാണ്. ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, വ ഇന്നമൽ അഅമാലു ബി ഖവാതീമിഹാ, ഏത് പ്രവർത്തനങ്ങളും അതിൻ്റെ കൂലി നിശ്ചയിക്കപ്പെടുന്നത് അതിൻ്റെ അവസാനത്തെ സമയം നോക്കിയിട്ടാണ്. അപ്പോൾ സഹോദരന്മാരെ, അവസാനത്തിലേക്ക് കടക്കുകയാണ് നമ്മൾ. നഷ്ടപ്പെട്ട ആളുകളുണ്ടാകും, നഷ്ടപ്പെടുത്തിയ ആളുകളുണ്ടാകാം, അല്ലെങ്കിൽ നമുക്ക് വിചാരിച്ച പോലെ റമദാനിൽ സജീവമാകാൻ പറ്റാത്ത ആളുകളുണ്ടാകാം. അവർക്ക് അവസാന ദിനങ്ങൾ കാത്തിരിക്കുകയാണ്. അവർക്ക് സജീവമാകുവാൻ, പടച്ച റബ്ബിൻ്റെ മഗ്ഫിറത്ത് നേടുവാൻ, തൃപ്തി കരസ്ഥമാക്കുവാൻ. അതുകൊണ്ട് നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കാം. എങ്ങനെയാണ് സഹോദരന്മാരെ ഈ അവസാന 10 നമ്മൾ ചെലവഴിക്കേണ്ടത്? സൂചിപ്പിച്ചു, രാത്രി നമസ്കാരം തന്നെയാണ് പ്രത്യേകമായിട്ടുള്ളത്. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആന്റെ പാരായണവും മറ്റുള്ള ഇബാദത്തുകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാന സമയത്ത് കണക്കില്ലാതെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കയ്യിൽ കിട്ടുന്നതെല്ലാം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെലവഴിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വീശിയടിക്കുന്ന കാറ്റിനെ പോലെ തൻ്റെ കയ്യിലുള്ളതെല്ലാം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊടുക്കുന്നു എന്ന ഹദീസിൽ കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യബ്ന ആദം ഉംഫിഖ് അലൈക, ആദമിൻ്റെ മകനെ നീ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചോ. ഉംഫിഖ് അലൈക, നിന്റെ മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെലവഴിക്കുന്നതാണ്. ആദമിൻ്റെ മകനെ അല്ലാഹു പറയാണ്, നീ അള്ളാഹിൻ്റെ മാർഗത്തിൽ കൊടുത്തോ, നിനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തരും. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, വഖാല യമീനുല്ലാഹി മൽആ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കരം അത് നിറഞ്ഞതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കരങ്ങൾ നിറഞ്ഞതാണ്. എന്നിട്ട് ലാ തഗീലുഹാ നഫഖത്തുൻ, എത്ര കൊടുത്താലും തീരാത്ത ഖജനാവ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കലുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല സഹാഉൽ ലൈല വന്നഹാർ, രാവും പകലും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് റബ്ബ് പറയുന്നു, വഖാല അറൈതും മാ അൻഫക മുൻദു ഖലഖസ് സമാഇ വൽ അർദ്, ആകാശഭൂമികളെ അല്ലാഹു മുൻദു ഖലഖസ് സമാഅ വൽ അർദ്, ആകാശഭൂമികളെ സൃഷ്ടിച്ച അന്നു മുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തൻ്റെ ദാനം കൊടുത്തുകൊണ്ടേയിരിക്കുന്നു, തീർന്നിട്ടില്ല. തീരാത്ത ഖജനാവിൽ നിന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്നത്. ആ ഖജനാവിൽ നിന്നും ആദമിൻ്റെ പുത്ര നിനക്ക് ഞാൻ തരും. അതുകൊണ്ട് നീ ചെലവഴിച്ചവർക്ക് കൊടുക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുദ്സിയായ ഹദീസിലൂടെ പഠിപ്പിക്കുന്നു എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തരികയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ധാരാളമായിട്ട് നമ്മുടെ അക്കൗണ്ടിനും അതേപോലെ തന്നെ പോക്കറ്റിനും തട്ടുന്ന രീതിയിൽ നമ്മൾ അള്ളാഹിൻ്റെ മാർഗത്തിൽ കൊടുത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കില്ല നമുക്ക് തരും. 2 ലോകത്തും തരും. അള്ളാഹുവിന് കൊടുക്കുന്ന കടമാണത്. അള്ളാഹു ഇരട്ടി ആയിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തിരിച്ചു തരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കണം. അതേപോലെ തന്നെ സഹോദരന്മാരെ, പരിശുദ്ധ റമദാനും അതേപോലെ തന്നെ സക്കാത്തും തമ്മിൽ ബന്ധമില്ല. റമദാനും സക്കാത്തും തമ്മിൽ ബന്ധമില്ല. പക്ഷേ നമ്മൾ നോക്കുക, പല ആളുകളും റമദാനിൽ സക്കാത്ത് കൊടുക്കുന്ന ആളുകൾ ഉണ്ടാകാം,
നമ്മൾ സക്കാത്തൊക്കെ കൊടുത്ത് വീട്ടിയിട്ടുണ്ടോ? ഇനി തീരെ സക്കാത്ത് കൊടുക്കാത്ത ആളുകൾ ഉണ്ടാകാം. നമ്മുടെ കയ്യിലുള്ള സമ്പത്തിന് സക്കാത്ത് ഉണ്ടാവണം. അത് കൊടുത്ത് തീർന്നിട്ടുണ്ടോ എന്ന് നോക്കണം. അതേപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള സ്വർണത്തിന്, അതേപോലെ തന്നെ വെള്ളിക്ക്, നമ്മൾ കച്ചവടക്കാരാണെങ്കിൽ നമ്മുടെ കച്ചവട ഉൽപ്പന്നങ്ങളുടെ കണക്ക് നോക്കിയതിന് സക്കാത്ത് കൊടുത്തിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അതതിൻ്റെ വർഷം തികഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റമദാനിലാണെങ്കിൽ റമദാനിൽ, അതല്ലാത്ത മാസങ്ങളിലാണെങ്കിൽ അതല്ലാത്ത മാസങ്ങളിൽ കൊടുത്തു തീർക്കണം. വലിയ ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാം ദീനിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ ഒരു തൂണാണ് സക്കാത്ത് എന്നുള്ളത്. ഇത് നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അലംഭാവം കാണിക്കാൻ പറ്റൂല. എങ്ങനെയെങ്കിലും എന്തെങ്കിലും കണ്ട് കൊടുത്ത് സക്കാത്ത് വീടും എന്ന് ആരും വിചാരിക്കേണ്ടതില്ല. കൃത്യമായി കണക്ക് നോക്കിയിട്ട്, എങ്ങനെയാണ് അതിൻ്റെ കണക്ക്, എത്രയായാൽ കൊടുക്കണം, എത്രയാണ് കൊടുക്കേണ്ടത്, ആർക്കാണ് കൊടുക്കേണ്ടത് എന്നുള്ളതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ സൂചിപ്പിച്ചു എന്ന് മാത്രം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസുകളിൽ കാണാം, ഞാൻ സൂചിപ്പിച്ച പോലെ, വകാന ജിബ്രീലു യൽഖഉ ഫീ കുല്ലി ലൈലത്തിൻ മിൻ റമളാന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം റമളാനിലെത്തും. ഫയുദാരിസുൽ ഖുർആൻ, ഖുർആൻ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിപ്പിക്കും. ആ സമയത്ത് ജിബ്രീലിനെ കാണുന്ന സമയത്ത്, ജിബ്രീൽ വരുന്ന സമയത്തെല്ലാം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വീശിയടിക്കുന്ന കാറ്റിനെ പോലെ അതിനേക്കാളേറെ വേഗത്തിൽ തൻ്റെ കയ്യിലുള്ളതെല്ലാം ചെലവഴിക്കുന്ന പ്രവാചകനെയാണ് സഹാബത്ത് നമുക്ക് വരച്ചു കാട്ടിത്തരുന്നത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം അതാണ്. സമ്പത്ത് അള്ളാഹിൻ്റെ മാർഗത്തിൽ കൊടുക്കുക. അള്ളാഹ് തന്ന സമ്പത്താണ്. അതിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊടുത്താൽ അള്ളാഹു അതിൽ ബറക്കത്ത് തരും. രണ്ട് ലോകത്തും അതുകൊണ്ട് അള്ളാഹു വിജയം തരും. അതേപോലെ തന്നെ അള്ളാഹു നാളെ സമ്പത്തിനെ കുറിച്ച് ചോദിക്കുമ്പോൾ നമുക്ക് നല്ല മറുപടി പറയാൻ ഉണ്ടാകും. സഹോദരന്മാർ, എൻ്റെ സക്കാത്ത് ഞാൻ കൊടുത്തു വിട്ടിട്ടുണ്ട്, അതിന് പുറമെ സ്വതക്കകൾ കൊടുത്തിട്ടുണ്ട്, അതിന് പുറമെ കടം കൊടുത്ത് സഹായിച്ചിട്ടുണ്ട്. ഇതൊക്കെ മുസ്ലിമിൻ്റെ ബാധ്യതകളാണ്. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ പ്രിയമുള്ളവരെ, ഈ അവസാനത്തെ പത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കർമ്മമാണ്, ഇബാദത്താണ് ഈ ഇഅ്തികാഫ് എന്നുള്ളത്. അള്ളാഹുവിൻ്റെ പ്രീതിയെ ആഗ്രഹിച്ചുകൊണ്ട് പടച്ച റബ്ബിൻ്റെ പള്ളിയിലേക്ക് വരികയാണ്, വീട്ടിലേക്ക് വരികയാണ്. നമ്മളെ വീട് ഒഴിവാക്കി അള്ളാഹിൻ്റെ വീട്ടിലേക്ക് വരിക. എന്തിനാ വരുന്നത്? ഇബാദത്തെടുക്കാൻ, ഇവിടെ നിന്ന് നമസ്കരിക്കുവാൻ, ഇവിടെ നിന്ന് അള്ളാഹുവിൻ്റെ വീട്ടിലിരുന്ന് ഇസ്തിഗ്ഫാർ നടത്താൻ, അള്ളാഹിൻ്റെ വീട്ടിൽ നിന്ന് ചോദിക്കാൻ. നമ്മളെ വീട്ടിൽ നിന്നല്ല, അള്ളാഹിൻ്റെ വീട്ടിൽ നിന്ന് ചോദിക്കുക, അള്ളാഹിൻ്റെ വീട്ടിൽ നിന്ന് ഖുർആൻ ഓതുക, പടച്ച റബ്ബിൻ്റെ വീട്ടിൽ നിന്ന് ചെലവഴിക്കുക. ഇന്ന് ഏത് ലോകത്തിൻ്റെ ഏത് മൂലക്കുള്ള ആളുകൾക്കും നമ്മളെ ഇവിടെ നിന്ന് ചെലവഴിക്കാൻ പറ്റുന്ന കാലഘട്ടത്തിലും സംവിധാനത്തിലും നമ്മളുള്ളത്. ഇഅ്തികാഫ് അത് അവസാനത്തെ 10 മുഴുവനായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഅ്തികാഫ് പഠിപ്പിച്ചതിന് ശേഷം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ മുഴുവനായിക്കൊണ്ടും അവസാന 10 ഇഅ്തികാഫ് ഇരുന്നു. റസൂലുള്ളാഹി വഫാത്താകുന്ന വർഷം 2 10 ഇഅ്തികാഫ് ഇരുന്നു. പണ്ഡിതന്മാരെല്ലാവരും പറഞ്ഞു ഇഅ്തികാഫ് എന്ന് പറഞ്ഞാൽ പ്രബലമായ സുന്നത്താണ്. എന്നാൽ ചില പണ്ഡിതന്മാരൊക്കെ ഇങ്ങനെ പറഞ്ഞു, എന്ത് ഒരു സുന്നത്ത് റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ട് ആ സുന്നത്ത് ഏത് സമയത്തും എടുക്കും, പക്ഷെ ചില സമയത്ത് ഒഴിവാക്കാറുണ്ട്. ഒരു സുന്നത്താണെങ്കിൽ സുന്നത്ത് ചിലപ്പോൾ ഒഴിവായി പോകാറുണ്ട്. പക്ഷേ ഈ സുന്നത്ത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഒഴിവാക്കിയിട്ടില്ല. അതുകൊണ്ട് സുന്നത്താണോ ഫർളാണോ എന്ന് ചെറിയൊരു ചർച്ച അതുവരെയുള്ള സാധനമാണ് ഇഅ്തികാഫ് സഹോദരന്മാരെ. അതുകൊണ്ട് പറ്റുന്ന എത്ര പള്ളിയിൽ വന്നിരിക്കുക. ഇനി ഒരു 10 ദിവസം തുടർച്ചയായിരിക്കാൻ പറ്റാത്ത ആളുകളാണെങ്കിൽ പകലിരിക്കാൻ പറ്റുന്ന ആളുകളുണ്ടാകും, രാത്രി മാത്രം ഇരിക്കാൻ പറ്റുന്ന ആളുകളുണ്ടാവും. രാത്രി ഏതാനും സഹോദരന്മാരെ നമ്മൾ തഹജ്ജുദ് നമസ്കാരത്തിനും അല്ലെങ്കിൽ ഖിയാമുൽ ലൈലിനും തറാവീഹിനൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ കുറച്ച് സമയമാണൊന്ന് ഉറങ്ങാനുള്ള, ആ ഉറങ്ങണം ഇവിടെ നിന്ന് ഉറങ്ങിയാൽ മതി. ഇവിടെ നിന്ന് ഓതാനിരിക്കുന്ന ആ സമയം ഇവിടെ നിന്ന് ഓതിയാൽ മതി. ഇത് ആണിനും പെണ്ണിനും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരെ ഇഅ്തികാഫ് ഇരുന്നു. നോക്ക് നിങ്ങൾ, കാന യഅ്തകിഫു അൽ-അശർ അൽ-അവാഖിറ മിൻ റമളാന ഹത്താ തവഫാഹുല്ലാഹ് ثم اعتكف ازواجه من بعده. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെടുന്നത് വരെ, വഫാത്താകുന്നത് വരെ അവസാനത്തെ 10 ഇഅ്തികാഫ് ഇരുന്നു. റസൂലുള്ളാഹിന്റെ ഭാര്യമാരും ഇരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായതിനു ശേഷവും റസൂലുള്ളാഹിന്റെ ഭാര്യമാരെ ഇഅ്തികാഫ് ഇരുന്നു എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പഠിപ്പിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് 1 മണിക്കൂർ ഒരാൾക്ക് വന്നിരിക്കാൻ പറ്റുമോ? ഏതായാലും പെരയിൽ പണിയൊന്നുമില്ല, അല്ലെങ്കിൽ കുറച്ച് ഒഴിവുണ്ട്, പള്ളിയിൽ വന്നിരിക്കുക. പള്ളിയിൽ വരെ ഒന്നെടുക്കുക, തഹയ്യത്ത് നിസ്കരിക്കുക, എന്നിട്ട് ഖുർആൻ ഓതുക, അല്ലെങ്കിൽ ദിക്ർ ചെല്ലുക. ഇതാണ് സഹോദരന്മാരെ അവസാനത്തെ പറ്റി നമുക്ക് ചെയ്യാനുള്ള പ്രവർത്തനം.
അപ്പോൾ കുറച്ചിരുന്നാലും കിട്ടും, ആ നിയ്യത്തിൽ വന്നിരിക്കണം. രാത്രി നമുക്ക് സജീവമാക്കാൻ പറ്റും, ആണിനും പെണ്ണിനും പറ്റും. ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള സുന്നത്തുകളാണ്. സഹോദരന്മാരെ, നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമളാൻ വരുന്ന സമയത്ത് സഹാബികളെ എല്ലാവരെയും വിളിച്ച് വിളംബരം അറിയിക്കും. ആ സമയത്ത് റസൂലുള്ളാഹി പറഞ്ഞ വാക്കാണ്, അതാക്കും ഷഹറുൽ മുബാറക്, ദാ ഷഹർ റമളാൻ നിങ്ങൾക്ക് വരുന്നു, ഷഹർ മുബാറക്കാണത്. ആ റമളാന്റെ ശ്രേഷ്ഠതകളൊക്കെ പറഞ്ഞു. ശൈത്താന്മാരെ അള്ളാഹു ബന്ധിക്കും, സ്വർഗത്തിന്റെ കവാടങ്ങളൊക്കെ തുറക്കപ്പെട്ടു, നരകത്തിന്റെ കവാടങ്ങളെല്ലാം അടക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് റസൂലുള്ളാഹിന്റെ കൂടെ പറഞ്ഞു, ഫീഹി ലൈലത്തുൻ ഖൈറും മിൻ അൽഫി ഷഹർ, 1000 മാസങ്ങളെക്കാൾ പ്രതിഫലാർഹമായ ഒരു രാത്രി അതിലുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, ഈ പരിശുദ്ധ ഖുർആനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച ആ രാത്രി അത് എന്നാ നമുക്കറിയില്ല, അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സുന്നത്തതാണ്, നടപടിക്രമം അതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിന്റെ മഹത്വങ്ങളൊക്കെ പഠിപ്പിച്ചു തന്നു. വിശുദ്ധ ഖുർആൻ അന്നാണ് ഇറക്കിയിട്ടുള്ളത്. ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറകത്തിൻ ഇന്നാ കുന്നാ മുൻദിരീൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. എന്ന് മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വർഷത്തേക്കുള്ള എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ആ ഖദറിന്റെ നിർണയത്തിന്റെ രാത്രിയാണെന്ന് പഠിപ്പിച്ചു. തനസലുൽ മലായികത്തു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന പ്രകാരം മലക്കുകളും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമും ഇറങ്ങി വരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആയത്തോതിക്കൊണ്ട് പഠിപ്പിക്കുകയുണ്ടായി. ഈ ലൈലത്തുൽ ഖദർ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ 10 ഒറ്റയിട്ട് രാവുകളിൽ പ്രതീക്ഷിക്കാൻ വേണ്ടി പഠിപ്പിച്ചു. ധാരാളക്കണക്കിന് ഹദീസുകൾ നമ്മൾ കേട്ടതാണ്. ഈ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കുമ്പോൾ എന്തു ചൊല്ലണം പ്രവാചകരെ? ഞാൻ എന്താണ് ചൊല്ലേണ്ടത്? ആയിഷ ബിബി റളിയല്ലാഹു അൻഹ ചോദിക്കുകയുണ്ടായി. പ്രവാചകൻ പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുമ്മ ഇന്നക അഫൂൻ, പടച്ചറബ്ബേ, അർത്ഥമറിഞ്ഞുകൊണ്ട് പടച്ചറബ്ബിനോട് നമ്മൾ തേടണം. അല്ലാഹുമ്മ ഇന്നക അഫൂൻ, പടച്ചോനെ ഈ അഫുവാണ്, വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കുന്നവരാണ്, നിന്റെ പേര് തന്നെ അതാണ്. തുഹിബ്ബുൽ അഫ്വ, നീ ഒരാള് പടച്ചോനെ എനിക്ക് പറ്റിപ്പോയി, എനിക്ക് പുറത്തു തരണേ എന്ന് പറയുമ്പോൾ അത് കേൾക്കാനും അത് സ്വീകരിക്കാനും താല്പര്യം കാണിക്കുന്ന ആളാണ്. മനുഷ്യന്മാരുമായിരല്ല, സൃഷ്ടികളെ പോലെയല്ല. ഒരാളോട് ഒരു മോശത്തരം ചെയ്തു, എടാ എനിക്ക് പറ്റിപ്പോയി, ചിലപ്പോൾ ക്ഷമിക്കും. അതേ മോശത്തരം വീണ്ടും ചെയ്താലോ ആ മനുഷ്യനോട് തന്നെ, ഈ ആളെന്നെ. അപ്പം പിന്നെ ആ ക്ഷമിച്ചു കൊടുക്കുന്നതിൻ്റെ രൂപമൊന്ന് മാറും. ചിലപ്പോൾ ഒരു ചീത്ത വിളിച്ചിട്ടായിരിക്കും ക്ഷമിച്ചു കൊടുക്കുന്നത്. മൂന്നാമതും തന്നെ ചെയ്താലോ, 4-മതും ചെയ്തു, 10-മതും ചെയ്താലോ പിന്നെ നമുക്ക് ക്ഷമിക്കാൻ കഴിയില്ല. പിന്നെ നമ്മളെ കൈ പൊന്തും, കാല് പൊന്തും, നാവ് പൊന്തും, അല്ലേ? ഇതൊക്കെയല്ലേ മനുഷ്യന്മാരുടെ അവസ്ഥ. അങ്ങനെയാണ് മനുഷ്യന്മാരുടെ പ്രകൃതി, അങ്ങനെയാണ്, ആരും കുറ്റം പറയല്ല. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയല്ല. എത്ര അടിമ എത്ര ചെയ്താലും, ഭൂമി നിറയെ തെറ്റുമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്ക് ചെന്നാലും, ആകാശഭൂമി നിറയെ പാപമോചനവുമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അടുക്കിലേക്ക് ഓടി വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ഇന്ന ഹാദ ഷഹറ ഖദ് ഹളറക്കും വഫീഹി ലൈലത്തുൻ ഖൈറും മിൻ അൽഫി ഷഹർ മൻ ഹുരിമഹാ ഫഖദ് ഹുരിമൽ ഖൈറ കുല്ലഹു വലാ യുഹറമു ഖൈറഹാ ഇല്ല മഹ്റൂം. ഈ റമളാനിൽ ഒരു ദിവസമുണ്ട്, 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠകരമായ ദിവസമാണ്. ആ ദിവസത്തിൻ്റെ ഖൈർ ഒരാൾക്ക് തടയപ്പെട്ടാൽ എല്ലാ നന്മകളും തടയപ്പെട്ടവനാണവൻ, ഒരു നന്മയും ജീവിതത്തിലില്ലാത്തവനാണവൻ. എന്നിട്ട് പ്രവാചകൻ തുടരുകയാണ്, വലാ യുഹറമുൽ ഖൈറഹാ ഇല്ലാ മഹ്റൂം. അങ്ങേയറ്റം പിഴച്ചവനും അതേപോലെ തന്നെ നന്മകൾ കൊണ്ട് വരണ്ടവനും മാത്രമേ ആ ദിവസത്തെ ഖൈർ തടയപ്പെടുകയുള്ളൂ. അപ്പം അങ്ങേയറ്റം ഒരു ലൈലത്തുൽ ഖദർ ആകട്ടെ, അതേപോലത്തെ റമളാനിൻ്റെ അവസാനത്തെ 10 ഒറ്റയിട്ട് രാവുകളാകട്ടെ, അതൊന്നും അവൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കിയിട്ടില്ല. അന്ന് പോലും തറാവിസ്കരിക്കാത്ത ആൾക്കാർ, അന്ന് പോലും വിശുദ്ധ ഖുർആൻ തുറന്നേക്കാത്ത ആൾക്കാർ, അന്ന് പോലും ഇശാഇന് പള്ളിയിൽ ജമാഅത്തിനെത്താത്ത ആൾക്കാർ. ഇത്ര വലിയ ഓഫറുകൾ നമ്മുടെ റബ്ബ്, പ്രിയമുള്ള റബ്ബ് പ്രഖ്യാപിച്ചിട്ട് അതിനൊന്നും യാതൊരു വിലയും കൊടുക്കാത്ത എത്രയോ ആളുകളെ നമുക്കറിയാം. എത്ര ആളുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ബിസിനസ്സിലും തിരക്കിലും അങ്ങാടികളിലും അതേപോലെ തന്നെ ഷോപ്പിങ്ങുകളിലും യാതൊരു പ്രശ്നമില്ല. ആ ഒറ്റപ്പെട്ട രാവുകളിൽ പോലും
ദുനിയാവിൻ്റെ തിരക്കുകളിലും അതേപോലെ തന്നെ കച്ചവടത്തിലും വാങ്ങലിലും കൊടുക്കലിലൊക്കെയാണ്. ഇത്ര ആൾക്കാർ സഹോദരന്മാർ. ഇതിൻ്റെ ഖൈറ് തടയപ്പെട്ടാൽ എല്ലാം തടയപ്പെട്ടു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലൈലത്തുൽ ഖദ്ർ ലൈലത്തു സാബിഅത്തി അവി താസിഅത്തി വഇശ്റൂൻ വഇന്നൽ മലായികത തിൽക്കൽ ലൈല അക്സറു ഫിൽ അർളി മിൻ അദദിൽ ഹസാ. അഥവാ ലൈലത്തുൽ ഖദ്ർ 27-നോ 29-നോ നിങ്ങൾ പ്രതീക്ഷിക്കുക. അന്ന് ആ രാത്രിയിൽ ഭൂമി ലോകത്തുണ്ടാകുന്ന മലക്കുകൾ, ഭൂമി ലോകത്ത് മണൽത്തരികളുടെ എണ്ണം എത്രയാണോ, ഈ ഭൂമിയിലുള്ള മണൽത്തരികളുടെ എണ്ണം എത്രയാണോ, അതിനേക്കാൾ അധികം മലക്കുകൾ അന്ന് ഭൂമിയിൽ സാക്ഷിയായിട്ടുണ്ടാകും. വല്ലാത്തൊരു രാവാണ് പ്രിയമുള്ളവരെ. ഭൂമിയിലെ മണൽത്തരികൾ നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കി. അതിനേക്കാളേറെ മലക്കുകൾ സാക്ഷിയായിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ലൈലത്തുൽ ഖദ്റിനെ സംവിധാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് 28 രാവുകളെല്ലാം പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 27, 29, അതേപോലെ തന്നെ 25, 23 ഒക്കെ പഠിപ്പിച്ചു. ഇങ്ങനെ ഹദീസുകളൊക്കെ ഓരോന്നോരോന്ന് പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും. 27 രാവിന് പ്രത്യേകിച്ച് അന്ന് തന്നെയാണ് ലൈലത്തുൽ ഖദ്ർ. അന്ന് ലൈലത്തുൽ ഖദ്ർ കഴിഞ്ഞാൽ പിന്നെ 27 രാവിൻ്റെ അന്ന് ഭയങ്കര സജീവത കാണാം. പിന്നെ 29-നൊക്കെ പിന്നെ എല്ലാം നഷ്ടപ്പെടുത്തി പെരുന്നാളിൻ്റെ തിരക്കിലാകുന്ന ആളുകളെ കാണാം. അങ്ങനെ റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടില്ല. 29-നെ പോലെ തന്നെ 25-നെ പോലെ തന്നെ 27-ന് അതിൻ്റെതായ പ്രത്യേകതയുണ്ട്. അത് കഴിഞ്ഞാൽ 27 കഴിഞ്ഞാൽ പിന്നെ റമദാൻ കഴിഞ്ഞു. അതാണ് നമ്മുടെ നാട്ടിലെ ചില ആൾക്കാരുടെ അവസ്ഥ. അതുണ്ടാകാൻ പാടില്ല. റസൂലുള്ളാഹി പ്രത്യേകം പറഞ്ഞു 29-ന് നിങ്ങൾ പ്രതീക്ഷിക്കുക, 27-ന് പ്രതീക്ഷിക്കുക. 25 എന്ന് വേറെ ഹദീസിൽ പറഞ്ഞു. 23-നെ കുറിച്ച് പറഞ്ഞതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ അവസാന 10 അവസാന ദിവസങ്ങൾ എന്നുള്ളത് ഇതിൻ്റെ എല്ലാ ഫളലും ശ്രേഷ്ഠതകളും മനസ്സിലാക്കിക്കൊണ്ട് നഷ്ടപ്പെടുത്തിയ ആളുകൾക്ക് തിരിച്ചെടുക്കാനുള്ള അവസരമാണ്. ഇതുവരെ നന്നായി ഉപയോഗപ്പെടുത്തിയ ആളുകൾക്ക് പൂർത്തീകരണത്തിനുള്ള അവസരമാണ്. അത് ഉപയോഗപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ മുത്തഖികളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലീമൻ കസീറ. ഒരിക്കൽ കൂടി റബ്ബിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിക്കണം എന്ന് ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കർമ്മങ്ങളെല്ലാം സ്വാലിഹായ കർമ്മങ്ങളായി നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, സ്വീകരിക്കാൻ വേണ്ടി ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുമുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് അള്ളാഹു കഅബ എന്ന അള്ളാഹുവിൻ്റെ ഭവനമുണ്ടാക്കാൻ വേണ്ടി കൽപ്പിച്ചു. അത് വലിയൊരു ഇബാദത്താണ്. കഅബ ഉണ്ടാക്കുന്നു ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും. ആ സമയത്ത് അള്ളാഹു അവരുടെ മനസ്സിൻ്റെ ആത്മാർത്ഥതയും അവരുടെ ശുദ്ധതയും അവരുടെ ഇഖ്ലാസുമെല്ലാം അള്ളാഹു അറിയുന്നവരാണ്. ഈ 2 പ്രവാചകന്മാരെ കുറിച്ച് നമുക്കും അറിയാം. അവിടെ ഒരു ഭവനമുണ്ടാക്കുന്നതിലുള്ള ത്യാഗവും പ്രയാസവും നമുക്കറിയാം. ഏത് മണ്ണിലാണ് ഉണ്ടാക്കുന്നത്, അവിടെയുള്ള പ്രതികൂലമായ ഘടകങ്ങളെല്ലാം. എന്നാലും അവർ പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹു സ്വീകരിക്കുന്ന ഉറപ്പായി. എന്നിട്ടും അവർ പ്രാർത്ഥിക്കുന്നു, റബ്ബനാ തഖബ്ബൽ വഇദ് യർഫഉ ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈത്ത് വഇസ്മാഈലു റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം. കഅബയുടെ എടുപ്പുകൾ എടുക്കുന്ന സമയത്ത് അവർ പ്രാർത്ഥിക്കുകയാണ്, പടച്ചോനെ സ്വീകരിക്കണേ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഏത് സമയത്തും ചെയ്ത അമലുകൾ, നമ്മുടെ അമലുകളിൽ എന്തെല്ലാം പോരായ്മകളുണ്ട്. നോമ്പിൻ്റെ ക്ഷീണം, അതിൻ്റെ പ്രയാസം, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നോമ്പുറന്ന് വന്ന് ഈശ നിസ്കരിച്ചതിന് ശേഷം തറാവി നിൽക്കുന്ന സമയത്ത് ഉറക്കം വരുന്നുണ്ട്, നമസ്കാരത്തിൽ തൂങ്ങുന്നുണ്ട് ചില ആളുകൾ. എന്നാലും ഉറങ്ങാൻ പോകാതെ ആ ഒരു തറാവീഹിനോടുള്ള ആ കൂലി കരസ്ഥമാക്കണം. അത് സുന്നത്തല്ലേ എന്ന് വിചാരിച്ച് ഇട്ടെറിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ വരെയൊന്നും നിസ്കരിക്കൽ ഉണ്ടാവില്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ മുഖം കഴുകിയിട്ടും അതേപോലെ തന്നെ ഉറക്കത്തെ കളഞ്ഞിട്ട് നിൽക്കാൻ ശ്രമിക്കുന്ന ആളുകൾ അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ സഹോദരന്മാരെ, നമ്മുടെ
നമസ്കാരത്തിൽ, നമ്മുടെ നോമ്പിൽ അതിനൊക്കെ തകർക്കുന്ന പോരായ്മകൾ എമ്പാടുമുണ്ടാകും. ഒരു പോരായ്മയില്ലാത്ത രണ്ടാൾക്കാരാണ് പടച്ചോനെ ഇത് കബൂൽ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നത്, ഒരു പോരായ്മയില്ലാത്ത ആൾക്കാർ. അപ്പോൾ പിന്നെ നമ്മളിത് പറയണ്ടല്ലോ സഹോദരന്മാരെ, സഹോദരികളെ. അതുകൊണ്ട് ആത്മാർത്ഥമായിക്കൊണ്ട് അമൽ സ്വീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അതും ഈ അവസാന സമയത്ത് ഞാൻ നിങ്ങളോടും എന്നോടും വസിയത്ത് ചെയ്യുകയാണ്. അതേപോലെ തന്നെ സഹോദരന്മാരെ, റമദാൻ അവസാനിക്കുന്ന അവസാനത്തെ 10ലേക്ക് കടക്കുമ്പോൾ നമ്മുടെ തൗബയുടെ, നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് എത്ര തൗബ ചെയ്തു, നമ്മുടെ ഏടിൽ അള്ളാഹുവിൻ്റെ തൗബയും അള്ളാഹുവിനോടുള്ള തൗബയും ഇസ്തിഗ്ഫാറും എത്ര ആയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അള്ളാഹുവിനോട് ധാരാളമായി ഇസ്തിഗ്ഫാർ നടത്താൻ നമുക്ക് സാധിച്ചുവോ? നോക്ക് നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, മൻ അഹബ്ബ അൻ തസുറഹു സ്വഹീഫതുഹു ഫൽയുക്സിർ ഫീഹാ മിനൽ ഇസ്തിഗ്ഫാർ. നാളെ പിറ്റേന്ന് പരലോകത്ത് തൻ്റെ ഗ്രന്ഥം കയ്യിൽ കിട്ടുന്ന സമയത്ത് വലത് കയ്യിൽ ഗ്രന്ഥം കയ്യിൽ കിട്ടാണ്, അല്ലെങ്കിൽ അക്രമികളുടെ ഗ്രന്ഥം ഇടത് കയ്യിൽ കിട്ടാണ്. മുഅ്മിനീങ്ങളുടെ കയ്യിൽ ഗ്രന്ഥം കയ്യിൽ കിട്ടുന്ന സമയത്ത് അതിൽ എത്രയാണോ ഇസ്തിഗ്ഫാറിൻ്റെ അളവുള്ളത്, ഇസ്തിഗ്ഫാറിൻ്റെ അളവ് കൂടിയ ഗ്രന്ഥത്തിൻ്റെ ഉടമക്ക് അത് വല്ലാത്ത സന്തോഷം നൽകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കണം. മൻ അഹബ്ബ അൻ തസുറഹു സ്വഹീഫതുഹു, ഒരു മനുഷ്യൻ്റെ ഏട് അവനെ സന്തോഷിപ്പിക്കണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? നമ്മുടെ കർമ്മരേഖ നമ്മളെ സന്തോഷിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? നമ്മൾ ആരാണ് ആഗ്രഹിക്കാത്ത പ്രിയമുള്ളവർ? നമ്മുടെ കർമ്മരേഖ നമ്മളെ സന്തോഷിപ്പിക്കണം. നമ്മളെ സന്തോഷിപ്പിച്ചില്ലെങ്കിലോ നരകത്തിലേക്കാണ്, മഹാഅപകടത്തിലേക്കാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഒരു മനുഷ്യൻ്റെ കയ്യിൽ ഗ്രന്ഥം കിട്ടുന്ന സമയത്ത് വലത് കയ്യിൽ ഗ്രന്ഥം കിട്ടി തുള്ളിച്ചാടുന്ന മനുഷ്യന്മാരുടെ രംഗം. ഹാഉ മുഖ്റഉ കിതാബിയ, ഗ്രന്ഥത്തിലെല്ലാം പാസ്സാണ്, ഫുൾ A+ ആണ്, സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടുന്ന ഉറപ്പാണ്. ഈ സമയത്ത് ആ മനുഷ്യൻ പറയാണ്, ഹാഉ മുഖ്റഉ കിതാബിയ, എൻ്റെ ഗ്രന്ഥം വായിച്ചു നോക്കൂ, എൻ്റെ ഗ്രന്ഥം വായിച്ചു നോക്കൂ. ഇന്നി ളനന്തു അന്നി മുലാഖിൻ ഹിസാബിയ, ഇങ്ങനെ ഒരു വിചാരണ കോടതി ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ജീവിതകാലത്തിൽ അതിനനുസരിച്ചാണ് ഞാൻ ജീവിച്ചത്. സ്വർഗമുണ്ട് നരകമുണ്ട് എന്ന് ഉറപ്പാണ്, പ്രവാചകന്മാരുണ്ട് എന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് എനിക്ക് ഉറപ്പായിരുന്നു, ഈമാൻ കാര്യത്തിലൊക്കെ ഞാൻ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് ഇസ്ലാം കാര്യം ഞാൻ കൊണ്ടു നടന്നിട്ടുണ്ട്. ഇന്നി ളനന്തു അന്നി മുലാഖിൻ ഹിസാബിയ ഫഹുവ ഫീ ഈശത്തിർ റാദിയ, അവൻ സംതൃപ്തകരമായ ജീവിതത്തിലായിരിക്കും, അവൻ സ്വർഗത്തിലായിരിക്കും. താഴ്ഭാഗത്തിലൂടെ അരുവികൾ ഒഴുകുന്ന സന്തോഷത്തിൻ്റെ സ്വർഗം, അവൻ സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടും എന്നൊക്കെ വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ നമ്മൾ പഠിപ്പിക്കുകയാണ്. അവൻ്റെ ഗ്രന്ഥം സന്തോഷിപ്പിക്കും. അതാണ് റസൂൽ ഇവിടെ പറയുന്നത്, മൻ അഹബ്ബ അൻ തസുറഹു സ്വഹീഫതുഹു, ഒരു മനുഷ്യൻ്റെ ആരുടെ ഗ്രന്ഥമാണോ അവനെ സന്തോഷിപ്പിക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നത്, ഫൽയുക്സിർ ഫീഹാ മിനൽ ഇസ്തിഗ്ഫാർ, അവൻ ഇസ്തിഗ്ഫാറുകൾ വർദ്ധിപ്പിക്കട്ടെ. അതാ റസൂൽ പറഞ്ഞത്, ഞാൻ ഒരു ദിവസം 100 പ്രാവശ്യം അല്ലെങ്കിൽ 70 പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചൊല്ലാറുണ്ട് എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തൂബാ ലിമൻ വജദ ഫീ സ്വഹീഫതിഹി ഇസ്തിഗ്ഫാറൻ കസീറ, ആരുടെ ഏടിലാണോ ഇസ്തിഗ്ഫാറുകൾ ധാരാളമായി കാണപ്പെടുന്നത്, ഇസ്തിഗ്ഫാറുകൾ ധാരാളമായി, ഇസ്തിഗ്ഫാറുകൾ കൊണ്ട് നിറഞ്ഞ ഏടുകൾ ആരുടേതാണോ അവന് മംഗളമുണ്ട് എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പോൾ ധാരാളക്കണക്കിന് ഇസ്തിഗ്ഫാർ നമ്മളെ ഏടിൽ വേണം, കണക്കില്ലാതെ മനസ്സ് തട്ടിക്കൊണ്ട് അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹ് വ അതൂബു ഇലൈഹി, അസ്തഗ്ഫിറുല്ലാഹ് വ അതൂബു ഇലൈഹി. പടച്ചോനെ, ഞാൻ റബ്ബിലോട് ഇസ്തിഗ്ഫാർ നടത്തി എനിക്ക് പുറത്തു മാപ്പാക്കി കൊണ്ട് റബ്ബേ. മനസ്സിലേക്ക് തെറ്റുകൾ മനസ്സിലേക്ക് കൊണ്ടുവന്ന് അസ്തഗ്ഫിറുല്ലാഹ് പറയാം, വെറുതെ അസ്തഗ്ഫിറുല്ലാഹ് പറയാം. അല്ലാഹുവിൻ്റെ റസൂൽ തെറ്റും ചെയ്യാത്ത മനുഷ്യനാണ്, അള്ളാഹുവിൻ്റെ റസൂലാണ് 70 പ്രാവശ്യം 100 പ്രാവശ്യം ഞാൻ ഇസ്തിഗ്ഫാർ നടത്തുന്നുണ്ട് എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും മനസ്സിലാക്കിയതാണ്, ശൈത്താൻ നമുക്കൊക്കെ തോന്നിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾക്ക് അവിടെ ഇപ്പോൾ തെറ്റ് ചെയ്താണ്, 5 വക്ത് നിസ്കരിക്കുന്നുണ്ട്, ദീനെ നടക്കുന്നുണ്ട്, നല്ല കണ്ണിനും മൂക്കിനും കണ്ണിനും കാതിനൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്, തെറ്റിലേക്കൊന്നും അങ്ങനെ പോകുന്നില്ല, പിന്നെ ചെറിയ ചെറിയ തെറ്റൊക്കെ പോകുന്നുണ്ട്, 5 വക്ത് നിസ്കരിച്ചിട്ടൊക്കെ പോകുന്നുണ്ടല്ലോ എന്ന് തെറ്റുകളെ നിസ്സാരമാക്കുന്ന ഒരു തോന്നൽ ശൈത്താൻ ഇട്ടരും. അങ്ങനെയുള്ള മനുഷ്യന്മാർ തൗബ ഇസ്തിഗ്ഫാർ ഉണ്ടാവില്ല. അപ്പോൾ സഹോദരന്മാരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന കാര്യമാണ്, ധാരാളമായി കൊണ്ട് ഇസ്തിഗ്ഫാർ നടത്തണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, യാ മഅശറൻ നിസാ, പെണ്ണുങ്ങളെ, തസദ്ദഖ്ന വ അക്സിർന മിനൽ ഇസ്തിഗ്ഫാർ. എൻ്റെ സഹോദരിമാരെ ഏറെ അടിവരായിട്ട് മനസ്സിലാക്കണം, നിങ്ങൾ അള്ളാഹിൻ്റെ മാർഗത്തിൽ ധാരാളമായി സദഖ ചെയ്യണം.
അതേപോലെ തന്നെ നിങ്ങൾ ഇസ്തിഗ്ഫാറുകൾ വർദ്ധിപ്പിക്കണം. പെണ്ണുങ്ങളോട് മാത്രമുള്ള ഉപദേശം. പെണ്ണുങ്ങളോട് എൻ്റെയും നിങ്ങളുടെയും ഉമ്മമാരോടും ഭാര്യമാരോടും പെൺമക്കളോടുമുള്ള ഉപദേശമാണ് റസൂലുള്ളാഹിയുടെ മുത്തുനബിയുടെ. പെണ്ണുങ്ങളെ നിങ്ങൾ ധാരാളമായി കൊണ്ട് സദഖ കൊടുക്കണം. അതേപോലെ തന്നെ വഖ്സിർന മിനൽ ഇസ്തിഗ്ഫാർ, നിങ്ങൾ ഇസ്തിഗ്ഫാറുകൾ വർദ്ധിപ്പിക്കണം. ഫഇന്നി റഅയ്തു കുന്ന അക്സറ അഹ്ലിൻ നാർ, കാരണം നരകത്തിൽ അധികമായും ഞാൻ കണ്ടത് നിങ്ങളെയാണ്, സ്ത്രീ സമൂഹത്തെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനുള്ള കാരണം ഇപ്പം നമുക്ക് മനസ്സിലാകുന്നുണ്ട്. സോഷ്യൽ മീഡിയയും ഇന്നത്തെ ലോകമൊക്കെ പരിശോധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് എല്ലാവിധ ആവാസങ്ങളിലേക്കും അള്ളാഹുവിൻ്റെ റഹ്മത്ത് കിട്ടാത്ത ആളുകൾ, അത് ഏത് പേരുകൊണ്ട് എങ്ങനെയാണെങ്കിലും, എത്ര നല്ല മുസ്ലിം പേരുള്ളവരാണെങ്കിലും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് സഹോദരന്മാരെ. അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പെണ്ണുങ്ങൾ പ്രത്യേകം വിളിച്ചു. അതേപോലെ തന്നെ ഹസൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അക്സിറു മിനൽ ഇസ്തിഗ്ഫാർ ഫി ബുയൂത്തിക്കും, നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ വീടുകളിൽ ഇരുന്നുകൊണ്ട് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം. വലാ മവാഇദിക്കും വഫീ തുർക്കിക്കും വഫീ അസ്വാഖിക്കും വഫീ മജാലിസിക്കും ഐനമാ കുൻതും ഫഇന്നകും മാ തദ്റൂന മതാ തൻസിലുൽ മഗ്ഫിറ. നിങ്ങൾ എവിടെയാണുള്ളത്, നിങ്ങളുടെ വീട്ടിലാണോ, നിങ്ങളുടെ ജോലി സ്ഥലത്താണോ, നിങ്ങളുടെ വഴികളിലാണോ, നിങ്ങളുടെ അങ്ങാടികളിലാണോ, നിങ്ങളുടെ ഇരിപ്പിടങ്ങളിലാണോ, എവിടെയാണോ ഇരിക്കുന്നത് അവിടെ നിന്നൊക്കെ നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തുക. എവിടുന്നാണ് അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത്, ഏത് സ്ഥലത്താണ് നിങ്ങളെ കടാക്ഷിക്കുക എന്ന് നമുക്ക് പറയാൻ അറിയില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ ഏത് സമയത്തും ഇസ്തിഗ്ഫാർ ചൊല്ലണം. അത് അങ്ങാടിയിലും കടയിലും എവിടെയാണെങ്കിലും ചൊല്ലിക്കൊണ്ടിരിക്കണം എന്ന് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ലസിമൽ ഇസ്തിഗ്ഫാറ ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ഹമ്മിൻ ഫറജാ. ഒരു മനുഷ്യൻ ഇസ്തിഗ്ഫാറുകൾ ധാരാളമായി ചെയ്യുന്ന ആളാണെങ്കിൽ എല്ലാ ടെൻഷനിൽ നിന്നും, മനോവ്യതകളിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നും അയാൾക്ക് സമാധാനം കൊടുക്കും. റസൂലുള്ള പറയാണ്, ഇസ്തിഗ്ഫാർ വർദ്ധിക്കുന്ന ആളുകൾക്ക് അയാൾ ടെൻഷൻ ഫ്രീ ആണ്, അയാൾക്ക് ബുദ്ധിമുട്ടില്ല, മനക്ലേശങ്ങൾ ഉണ്ടാവുകയില്ല, അള്ളാഹു അതിൽ നിന്നും തുറവി കൊടുക്കും. ഒമിൻ കുല്ലി ദീഖിൻ മഖ്റജ, എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും, സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടോ, ശാരീരിക ബുദ്ധിമുട്ടുണ്ടോ, എന്തിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല തുറവി കൊടുക്കും. വറസഖഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ അറിയാത്ത മാർഗത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഉപജീവനം വിശാലമാക്കുമെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഖുർആൻ്റെ ആയത്തുകളിലൂടെയും പഠിപ്പിച്ചതാണ്. അപ്പം ഇത്രത്തോളം ഇസ്തിഗ്ഫാറിന് ശ്രേഷ്ഠത ഇസ്ലാം ദീനിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം അതിപ്പോൾ ഈ റമളാനിലായാലോ, അത് ഈ അവസാന പത്തിലായാലോ, അത് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട രാത്രികളിലായാലോ, അത് ലൈലത്തുൽ ഖദ്റിന്റെ രാത്രികളിലായാലോ. അപ്പം സഹോദരന്മാരെ, വമ്പിച്ച ഓഫർ ഇവിടെ വന്ന് കിടക്കുകയാണ്. അത് ഉപയോഗപ്പെടുത്തുന്നവർ ആരാണ് എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. ഇന്ന അഅമാല ബനി ആദം തുർഫൗ ഫൈദാ റുഫിഅത് സ്വഹീഫതൻ ഫൈദാ റുഫിഅത്. റസൂലുള്ള താബിയായിട്ടുള്ള ബക്റുൽ മുസ്നി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഇന്ന അഅമാല ബനി ആദം തുർഫ, ആദമിൻ്റെ മക്കളുടെ രേഖകളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഉയരും. അതിൽ ഇസ്തിഗ്ഫാറുകൾ നിറഞ്ഞിട്ടുള്ള ഇസ്തിഗ്ഫാറുകളുള്ള രേഖയാണെങ്കിൽ ആ രേഖ റുഫിഅത്ത് ബൈളാഉ, അത് തൂവെള്ള നിറത്തിലുള്ള രേഖയായിരിക്കും. ഇസ്തിഗ്ഫാർ ഇല്ലാത്ത രേഖയാണെങ്കിലോ അത് സൗദാ റുഫിഅത്ത് സൗദാ, അത് കറുത്ത രേഖയായിരിക്കും എന്ന് മഹാനവറുകൾ നമുക്ക് പറഞ്ഞു തരികയാണ്. അപ്പോൾ സഹോദരന്മാർ, എത്രത്തോളം പ്രാധാന്യം ഇസ്തിഗ്ഫാറിനുണ്ട്, നമ്മുടെ രേഖകളിൽ ഇസ്തിഗ്ഫാറിന് കൊടുക്കണം എന്ന് ഇവിടെ ഈ ഹദീസുകളും ആയത്തുകളും അതേപോലെ തന്നെ പണ്ഡിതന്മാരുടെ വചനങ്ങളെല്ലാം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ പരിശുദ്ധ റമളാനിൻ്റെ ഈ സമയങ്ങൾ ഇസ്തിഗ്ഫാറുകൾ കൊണ്ട് നിറക്കാൻ ഞാനും നിങ്ങളും നമ്മുടെ കുടുംബങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല രീതിയിൽ, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രീതിയിൽ ഈ റമളാനിൻ്റെ രാപ്പകലുകളിൽ ബാക്കിയുള്ള ദിവസങ്ങളിൽ കൊണ്ടുപോകാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ ചെയ്തിട്ടുള്ള കർമ്മങ്ങളെല്ലാം സ്വാലിഹായ അമലായി നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല പാപമോചനം നൽകപ്പെടുന്ന, സ്വർഗപ്രവേശനം നൽകപ്പെടുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമുക്കെല്ലാവർക്കും ഇടം നൽകുമാറാവട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല കൂടുതൽ നന്മകൾ ചെയ്യാനുള്ള അവസരങ്ങൾ, തൗഫീഖ് അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകുമാറാവട്ടെ.
നമ്മളെ കൂട്ടത്തിൽ ശാരീരികമായും സാമ്പത്തികമായും മാനസികമായും ഒക്കെ പ്രയാസപ്പെടുന്ന ഒട്ടനേകം ആളുകളുണ്ട്. അവരുടെ പ്രയാസങ്ങൾ അല്ലാഹു നീക്കി കൊടുക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار وادخلنا الفردوس يا رب العالمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله وسلم على خير خلقه محمد وعلى آله وصحبه وسلم تسليما كثيرا والحمد لله رب العالمين.